ഒരു മരണം കൂടി ആവർത്തിക്കും. എന്റെ മരണമായിരിക്കും അത്. എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇനി തോൽക്കില്ല, തോൽക്കാൻ നമുക്കാവില്ല. നീ എന്തോ പദ്ധതിയുടെ ആലോചനയിലായിരുന്നെന്ന് തോന്നുന്നു. അടുത്തിടപഴകും തോറും ബാലൻ എന്ന ശത്രുവിനോടുള്ള പക ദിനം പ്രതി ഉള്ളിൽ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അനുവദിച്ചു കൊടുക്കുന്ന ഓരോ ദിവസത്തെ ജീവിതവും ഞാൻ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനോട് കാണിക്കുന്ന അനീതിയാണോ എന്നൊരു തോന്നൽ. കാത്തിരിപ്പ് വേണ്ടമ്മ, അവനെ അങ്ങ് തീർത്തു കളയാം. അതാണ് എൻ്റെ ഐഡിയ. നീ ഇത് എന്നോടൊന്നും ആലോചിച്ചില്ലേ? തെറ്റു പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൂടിയാലോചനയ്ക്ക് നിന്നില്ല. ഒരു ആക്സിഡന്റ്, ഐറ്റം ടിപ്പർ ലോറിയാണ്. ഇടിച്ച് തെറിപ്പിക്കും ബാലചന്ദ്രനെ. ടിപ്പർ ലോറി അകലേക്ക് പോയി മറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി പെറുക്കിയെടുത്താൽ പോലും മുഖം തിരിച്ചറിയാൻ പാകത്തിൽ മാത്രം കുറച്ച് മാംസകഷണങ്ങൾ മാത്രമേ ബാലന്റേതായി ഈ മണ്ണിൽ ബാക്കിയുണ്ടാവൂ. നാളെ അത് നടന്നിരിക്കും, ബാലന്റെ മരണം. അത് വേണ്ട പരമേശ്വര. എന്റെ ലക്ഷ്യം കേവലം ബാലചന്ദ്രന്റെ ജീവനിൽ അവസാനിക്കുന്നതല്ല. അവന്റെ ജീവിതവും ജീവനും ഈ കുടുംബവും ആയിരപ്പറ ഉൾപ്പെടെ സർവവും അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം നീ കണ്ടതല്ലേ? പലരായി കയ്യേറിക്കഴിഞ്ഞു. നമ്മുടേതെന്ന് പറയാൻ ഈ നാട്ടിൽ ഒരു തരി മണ്ണില്ലാത്ത അവസ്ഥ. ആ ഗതികേടിലേക്ക് ബാലചന്ദ്രന്റെ കുടുംബവും കൂപ്പുകുത്തണം. അതിനവൻ ജീവനോടെ ഇരുന്നേ പറ്റൂ. ഞാൻ നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ് അത് ഉപേക്ഷിക്കണമെന്നാണ് അമ്മ പറയുന്നത്. ഉപേക്ഷിക്കണ്ട. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ, പക്ഷെ കൊല്ലരുത്. ഒരു കിടക്കയിൽ ചലനമറ്റ് ഒന്ന് നിവർന്നിരിക്കാൻ പോലും ആവാതെ, സഹായിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ എന്റെ കൺമുന്നിൽ കിടന്ന് ബാലചന്ദ്രൻ നരകയാതന അനുഭവിക്കുന്നത് എനിക്ക് കാണണം. എന്റെ ടിപ്പർ ലോറിക്ക് കണക്കുകൂട്ടുകൾ പിഴക്കില്ല. നാളെ അമ്പലത്തിൽ പോകാനായിട്ട് ബാലചന്ദ്രൻ ഇറങ്ങട്ടെ. അവന്റെ വിധി നാളെ ആ ലോറി എഴുതും. മോളെ മാറവിടുന്ന്. എന്ത് പണിയാ കൊച്ചെ കാണിച്ചേ? ഇപ്പൊ ഇടിച്ചിരുന്ന എന്ത് ചെയ്യാനെ? ഇടിക്കാതിരിക്കാനല്ലേ ഞാൻ മുന്നിൽ വന്ന് നിന്നത്. എന്തായാലും ഇടിച്ചില്ലല്ലോ, വേഗം പോവാൻ നോക്ക്. ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും. മോളെ ഇങ്ങ് ദേ മാഷി വിളിക്കുന്നു, ഞാൻ ചെല്ലട്ടെ.
എന്തിനാ വിളിച്ചത്? പൂ വേണോ? 2 മുഴം മുല്ലപ്പൂ എടുക്കട്ടെ? എനിക്ക് പോവൊന്നും വേണ്ട. ഇപ്പൊ ആ ലോറി ഇടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? സൂക്ഷിച്ചൊക്കെ റോഡ് ക്രോസ് ചെയ്തൂടെ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. സൂക്ഷിക്കണം, അല്ലേ അപകടമാണ്.